السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മദ്ഹറിൻ്റെ മുംബൈയിലെ സജീവ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളൊക്കെ ആക്കിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മദ്ഹറിൻ്റെ സ്വലാത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രിയപ്പെട്ട ഉപ്പ സ്ഥാപിച്ചു വച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മദ്ഹറിലെ ക്യാമ്പസിൽ തന്നെ വർഷങ്ങളോളം സ്ഥാപനം തുടങ്ങി കാത്തുനിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം എന്നാണോ കിട്ടുക, അതിൻ്റെ ശേഷം മാത്രമേ മദ്ഹറിൽ സ്വലാത്ത് മജ്ലിസ് തുടങ്ങൂ എന്ന് തീരുമാനിച്ച് അൽഹംദുലില്ലാഹ് മദ്ഹറിൽ സ്വലാത്ത് മജ്ലിസ് പ്രിയപ്പെട്ട ഉപ്പ സ്ഥാപിച്ചു. അങ്ങനെ ഉപ്പയുടെ ഹയാത്ത് കാലത്ത് പല നാടുകളിലും സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മദ്ഹറിൻ്റെ പല സ്വലാത്ത് മജ്ലിസുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഈ ബോംബെയിലെ മുംബൈയിലെ പ്രവർത്തകന്മാർക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി ആത്മീയ മജ്ലിസും ഇവരുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കിട്ടണമെന്ന നിയത്തിലായിട്ട് അൽഹംദുലില്ലാഹ് സ്വലാത്ത് മജ്ലിസ് അവിടുന്ന് സ്ഥാപിച്ചു തന്നു. അതിൻ്റെ 10ാം വാർഷികമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നടന്ന മുഴുവൻ മജ്ലിസിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും എല്ലാ വിഷയത്തിലും വലിയ ഖൈറു ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള മജ്ലിസുകളാണ് നമുക്ക് സമാധാനത്തിന് വേണ്ടി നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ തീർന്നു കിട്ടാനുള്ള വലിയ പരിഹാരമാർഗം. പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങൾ പറയാനുണ്ട്. ഏത് ഭൗതിക ശാസ്ത്രവും ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന, ഏത് ഡോക്ടർമാർക്കും പരിശോധിക്കാൻ പറ്റുന്ന ഫയലുകൾ ഇന്നും കാണിച്ചു തരാൻ പറ്റും. ഡോക്ടർമാർ ജീവിക്കില്ല എന്ന് വിധി എഴുതിയ ഒരുപാട് രോഗികൾ അൽഹംദുലില്ലാഹ് സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ജീവിക്കുന്ന അനുഭവങ്ങൾ പറയാൻ കഴിയും. ഒറ്റ അനുഭവം, കൂടുതൽ ഞാൻ ഒന്നിലേക്കും കടക്കുന്നില്ല. മദ്ഹറിൽ നിങ്ങൾക്കറിയാം, മദ്ഹറിലെ ഓഫീസിലെ സ്റ്റാഫ് ഉണ്ട്, സിദ്ദീഖ് എന്ന് പറയും, പേരാണ് പറയുന്നത്. ആർക്കും പരിശോധിക്കാം. സ്റ്റാഫ് ഇന്ന് ഫോൺ വിളിച്ചാൽ ചില സമയങ്ങളൊക്കെ ഫോൺ എടുക്കുന്ന സിദ്ദീഖ് എന്ന സഹോദരൻ, ഡോക്ടർമാർ കൈവിട്ടവരാണ്, എല്ലാ നിലക്കും കൈവിട്ട് ലിവറിന് ക്യാൻസർ വന്ന് എല്ലിലേക്ക് സ്പ്രെഡായി എല്ലാം കഴിഞ്ഞ് 4ാം സ്റ്റേജിയും കഴിഞ്ഞ് രക്ഷപ്പെടൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതി കൊടുത്ത സിദ്ദീഖ് എന്ന പ്രവർത്തകൻ ഇന്ന് മദ്ഹറിൽ സ്റ്റാഫാണ്. ചോദിക്കാം, അവൻ്റെ ഫയലുമുണ്ട്, എല്ലാമുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ഇന്നും നമുക്ക് കിട്ടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്ന് മദ്ഹറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വന്നവർക്കറിയാം, അവൻ്റെ ഫയൽ ആർക്കും പരിശോധിക്കാം. എന്താണ് രോഗം? ഞാനൊരു ഡോക്ടർക്ക് അയച്ച ഉടനെ തന്നെ ഡോക്ടർ ചോദിച്ച ചോദ്യം, ഈ രോഗി ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ക്യാൻസർ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഏറ്റവും ഡേഞ്ചർ ക്യാൻസറാണ്. അതായത് റേഡിയേഷനും കീമോയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാറി തൊട്ടടുത്ത് പെട്ടെന്ന് അടുത്ത അവയവത്തിലേക്ക് പെട്ടെന്ന് സ്പ്രെഡാകുന്ന, ഹൈ സ്പീഡിൽ സ്പ്രെഡാകുന്നൊരു ക്യാൻസറാണ്. ഒരിക്കലും ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഇതൊന്നല്ല, ഇഷ്ടംപോലെ പറയാൻ കഴിയും, പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. അവിടുത്തെ മദദ് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എപ്പോഴും അടുക്കേണ്ടത്
നമ്മളെല്ലാ നിലക്കും നമ്മൾ മഹബത്ത് വെക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കണം. അത് നമ്മുടെ ദുനിയാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ആഖിറത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർ ആരും കുഴങ്ങിയിട്ടില്ല, ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല നല്ല ഈമാൻ നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ ഹബീബിൻ്റെ മദദ് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് അനുഭവങ്ങൾ അൽഹംദുലില്ലാ ഇവിടെ നടക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിലും പറയാൻ കഴിയും. അല്ലാഹു തആല അനുഭവിക്കാൻ തൗഫീഖാക്കി തരുമാറാകട്ടെ. എല്ലാ മാസവും ഇവിടെ മുടങ്ങാതെ നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അതിലേക്കും നമ്മളെ സജീവമായി നമ്മളെ ഈ നാട്ടിലെ നമ്മളെ പ്രവർത്തകന്മാർ സ്ഥിരമായി സംബന്ധിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറു ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. എത്ര തിരക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇവിടെ നടക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിൽ ആര് നേതൃത്വം കൊടുക്കുന്നു, ആര് വരുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ വരേണ്ടത്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നടത്തുന്ന മജ്ലിസാണ്. ഇതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ വിഷമം ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ പരിഹാരം കിട്ടണമെന്ന നല്ല നിയ്യത്തിലായി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സംബന്ധിക്കണം. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മദ്ഹറിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അൽഹംദുലില്ലാഹ് ഈ ബോംബെയിൽ തന്നെ നമ്മൾ സിദ്ദീഖ് മൗലാന വരുന്ന സമയത്ത് മദ്ഹറിന് വേണ്ടി ചെറുതും വലുതുമായ പല സംഖ്യകൾ നൽകിയവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ബറക്കത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സഖാഫി ഉസ്താദ് ഇവിടെ ചോദിച്ച സമയത്ത് അൽഹംദുലില്ലാഹ് മദ്ഹറിൻ്റെ വരുമാനത്തിൻ്റെ മാർഗമായി ഒരു ഫ്ലാറ്റ് സംവിധാനം വാങ്ങിയത് അൽഹംദുലില്ലാഹ് അതിലേക്ക് വേണ്ടി പല ആളുകളും സഹായിച്ചു, സഹകരിച്ചു. എല്ലാവർക്കും അല്ലാഹു ഖൈർ ബറക്കത്ത് സന്തോഷങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. ഓരോ മാസവും 10-16 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഓരോ മാസവും ഇതുവരെ അല്ലാഹു നടത്തി തന്നിട്ടുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നടത്തി തരുമാറാകട്ടെ. പിന്നെ വരുമാന മാർഗം ആവശ്യമാണ്, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സ്ഥിര വരുമാനം എന്നൾക്ക് അത് എവിടേക്കും എത്തില്ല, എങ്കിലും ചെറുതെങ്കിലും നമ്മൾ ആക്കി വെക്കാമെന്ന് മനസ്സിലാക്കി തുടങ്ങി വെച്ചതാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാം വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും മദ്ഹറിന് വേണ്ടി നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് മൈഞ്ഞ് സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു വലിയ ഖൈറു ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഓരോ മാസവും ഡബ്ബിയിൽ കാശിടുന്നവർ, ദിവസവും കാശിടുന്നവർ അൽഹംദുലില്ലാഹ് നമ്മളെ സത്താർക്ക ഇന്ന് വന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു ഡബ്ബി എൻ്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു തന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പലപ്പോഴും പല ആളുകളോടും പറയാറുണ്ട്, അള്ളാഹു ചെയ്ത നിഅമത്തിന് ശുക്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ കട നടത്തുന്നവരാണ്, പല ബിസിനസ്സുകൾ നടത്തുന്നവരാണ്, പലതും പല സംരംഭങ്ങളും ചെയ്യുന്നവരാണ്. എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് റബ്ബ് ചെയ്ത നിഅമത്തിനെ നമുക്ക് ഓർക്കാൻ കഴിയണം. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നമ്മൾ പോയി ഓർത്തുകൊണ്ടിരിക്കണം. ലൈൻ ശക്കർത്തും ലഅസീസന്നക്കും. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബ് നമുക്ക് നിഅമത്ത് ഏറ്റിത്തരുകയുള്ളൂ. ഓരോ ദിവസവും നമ്മൾ റൂമിൽ നിന്നും നമ്മളെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷയുമില്ല. ഇന്ന് നമ്മളെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംരംഭങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ കടന്നു വരുമോ നമുക്കറിയില്ല. പടച്ച റബ്ബ് അവരെ കൽബിലിട്ട് കൊടുക്കണം, നമ്മളെ കടയിൽ കയറണം, നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്ന് പടച്ച റബ്ബ് അവരെ കൽബിലിട്ട് കൊടുത്താൽ മാത്രമേ ആ സ്ഥാപനത്തിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോ ദിവസവും ഷോപ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പല ബിസിനസ്സിലേക്കും പല വിഷയങ്ങളിലേക്ക് തിരിയുന്ന സമയത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മൾ പോയി. അൽഹംദുലില്ലാഹ് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ പ്രതീക്ഷകൾ പരിപൂർണമായും പൂർത്തിയാകുന്ന സമയങ്ങൾ, ചില ദിവസങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് വിഷമിക്കുന്നൊരവസ്ഥയും നമുക്കുണ്ടാകാറുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് സമയത്തും പടച്ച റബ്ബിനെ ഓർക്കുന്ന കൽബ് നമുക്കുണ്ടാവണം. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നമ്മൾ നല്ലോണം ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹു തആല നല്ല ശുക്റിന്റെ കൽബ് അള്ളാഹു നൽകുമാറാകട്ടെ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നേരത്തെ സത്താർക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും റബ്ബ് ചെയ്ത നിഅമത്തിന് ശുക്റായിട്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ അറിയാതെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകിയത്,
ആരോഗ്യം നൽകി ഏറ്റവും വലിയ നിഅമത്തതാണ്. ഒരു രോഗം തരാതെ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്നു. ഇന്നത്തെ ദിവസം പടച്ച റബ്ബ് ഇവിടെ ഇരുത്തണ്ട, അവനെ ഹോസ്പിറ്റലിൽ കിടത്തണമെന്ന് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ സംരക്ഷണം നൽകി ഇങ്ങനെ മജ്ലിസിൽ ഇരിക്കാനും പലതുമായി നമ്മൾ മുന്നോട്ട് പോകാൻ റബ്ബ് തൗഫീക്ക് നൽകിയത് വലിയ നിഅമത്താണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്ത് റബ്ബ് നൽകുമ്പോൾ ആ നിഅമത്തിനെ ഓർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഈമാനാണ്. സമ്പത്ത് കൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി നമുക്ക് തടി കൊണ്ട് അധ്വാനിക്കാൻ കഴിയും, പലതും ചെയ്യാൻ കഴിയും. സമ്പത്ത് ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത് നല്ല ഈമാണ്ടെങ്കിലേ കഴിയുള്ളൂ. അള്ളാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നിയ്യത്ത് വെച്ച് എല്ലാ ദിവസവും അള്ളാഹു ചെയ്ത നിഅമത്തിന് ശുക്റായിട്ട് എന്ന് നമ്മൾ ദിവസവും സംഖ്യ മാറ്റി വെക്കണം. അള്ളാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. ആ നിലക്ക് നമ്മൾ ഓരോന്നും ഓരോ ദിവസവും അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നിഅമത്ത് ഏറ്റി തരാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ തളിപ്പറമ്പില് ഉമർ കുട്ടിയാജി എന്നൊരു സഹോദരനുണ്ട്. അള്ളാഹു തആല ആഫിയത്തും ബർക്കത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ ഒരിക്കൽ കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 60 ലക്ഷം രൂപ തങ്ങളെ കടമുണ്ട്. 60 ലക്ഷം രൂപ കടമായിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കണ്ണൂരിൽ വെച്ച് ആക്സിഡന്റ് സംഭവിച്ച് ഇന്ന് അദ്ദേഹം ഹയാത്തിലുണ്ട്. ആർക്കും ചോദിക്കാം, നമ്പർ തരാം. അദ്ദേഹത്തിന്റെ വീടിന്റെ പേരടക്കം മദ്ഹർ എന്നാണ്. അദ്ദേഹം വീടുണ്ടാക്കിയിട്ട് ആ വീടിന് പേരെ പേരിട്ടത് മദ്ഹർ എന്നാണ് പേരിട്ടത്. എന്തുകൊണ്ടാണ് മദ്ഹർ എന്ന് പേരിടാൻ കാരണം? മദ്ഹർ കൊണ്ട് കിട്ടിയ അനുഭവമാണ്, പ്രിയപ്പെട്ട ഉപ്പയിൽ നിന്നും കിട്ടിയ അനുഭവമാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ വെച്ച് ആക്സിഡന്റ് സംഭവിച്ചു. കണ്ണൂർ പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മടക്കി അയച്ച് മംഗലാപുരത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് തലപ്പാടിയിലെത്തിയ സമയം ആംബുലൻസിലെ ഡ്രൈവറും അതിലുള്ള ഡോക്ടേഴ്സും നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി കർണാടകയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടവും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാവും, അതുകൊണ്ട് ആംബുലൻസ് തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കി ആംബുലൻസ് തിരിച്ച വ്യക്തിയാണ്. ആ ആംബുലൻസ് തിരിക്കുന്ന സമയത്ത് ചെറിയൊരു ശ്വാസം കണ്ട് വീണ്ടും ആംബുലൻസ് മംഗലാപുരത്തിലേക്ക് വിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് എല്ലാം അസ്തമിച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന, എല്ലാം അവസാനിക്കുന്ന സമയം. ആ നിമിഷം തന്നെ നമ്മളെല്ലാമായ ഈ മജ്ലിസിലൊക്കെ സ്ഥാപിച്ചെന്ന പ്രിയപ്പെട്ട ഉപ്പയെ വിളിച്ചു. ഉപ്പ ഉടനടി നാട്ടിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ട്രെയിൻ കയറി വന്ന് നേരെ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി കണ്ട് മന്ത്രിച്ചു കൊടുത്തതിന്റെ ശേഷം ഉപ്പ ഉമർ കുട്ടിയാജിയോട് പറഞ്ഞൊരു വാക്ക് നമ്മൾ മനസ്സിലാക്കണം. ഉമർ കുട്ടിയാജി, ഞാൻ മരിച്ചാലും നിങ്ങൾ മരിക്കൂല, ഞാൻ മരിച്ചാലും നിങ്ങൾ മരിക്കൂല എന്ന് അത്ര ധൈര്യം പറയാൻ ആ കടക്കുന്ന രംഗം അൽഹംദുലില്ലാഹ് ഇന്നും ഉമർ കുട്ടിയാജി ജീവിച്ചിരിപ്പുണ്ട്. ചോദിക്കാം, ഇതൊക്കെ ഉള്ളവരാണ്. അല്ലാഹു തആല ആഫിയത്തും ബർക്കത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ ഉമർ കുട്ടിയാജിയോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, 60 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്, കടങ്ങൾ വീടാനുള്ള വഴി റബ്ബ് തുറന്നു തരും, അതിന്റെ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു സംഖ്യ, നിങ്ങൾക്ക് കഴിയുന്ന ഒരു സംഖ്യ മദ്ഹറിന് വേണ്ടി എന്നുള്ള നല്ല നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് മദ്ഹറിന്റെ ഡബ്ബിയിലേക്ക് ഇടണം. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തങ്ങളെ, ഞാൻ എല്ലാ ദിവസവും 500 രൂപ മദ്ഹറിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും, മദ്ഹറിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും മാറ്റിവെക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ ദിവസവും മാറ്റിവെക്കുന്ന സമയത്ത് അള്ളാഹു ചെയ്ത നിഅമത്ത് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റബ്ബി എത്രയോ നിഅമത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്, ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി. ഏറ്റവും വലിയ നിഅമത്താണ് പടച്ച റബ്ബ് നൽകിയ ഈമാൻ. അള്ളാഹു തആല നിർത്തി തരുമാറാകട്ടെ. ഈ ഈമാനൊക്കെ നൽകിയത് ഓർത്തുകൊണ്ട് നാം എല്ലാ ദിവസവും ഒരു സംഖ്യ മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് പിന്നീട് കാണുമ്പോൾ 50 ലക്ഷം രൂപ തങ്ങളെ കടം വീടിയിട്ടുണ്ട്. എങ്ങനെ വീടി എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ് വലിയ ബർക്കത്താണ് അതിന്റെ ശേഷം ഉണ്ടായിരുന്നത്. അത് തുടങ്ങിയത് മുതൽ എന്തെന്നില്ലാത്തൊരു ബർക്കത്ത് എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.
അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം അദ്ദേഹം പറഞ്ഞു. അള്ളാഹു തആല ബറക്കത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈ മാസത്തിന്റെ ബർക്കത്തുണ്ട്, ഖൈർ ബർക്കത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് പരിശുദ്ധ ദീനിന് വേണ്ടി ഇഖ്ലാസോട് കൂടി നമ്മൾ സഹായിക്കണം, നല്ല നിയ്യത്തിലായിട്ട് സഹായിക്കണം. ഒരാളെയും ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല ഇന്ന് വരെ. മദ്ഹറിന്റെ ചരിത്രത്തിൽ ഒരാളെയും പൊന്തിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പേരും അഡ്രസ്സും പറഞ്ഞിട്ടോ ഒരാളെയിൽ നിന്ന് നിർബന്ധിച്ച് ഒരു കാശും വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, എല്ലാം അവിടെ നടക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളും നമ്മൾ ഉദ്ദേശിച്ച പലതും അള്ളാഹു തആല നിറവേറ്റി തന്നിട്ടുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നിയ്യത്തിലായി നിങ്ങളെ സമീപിക്കുന്ന സമയത്ത്, സിദ്ദീഖ് മൗലാന നിങ്ങളടുത്തേക്ക് വരുന്ന സമയത്ത് നല്ല നിയ്യത്തിലായി പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ നിങ്ങൾ കൊടുക്കണം. എല്ലാ ദിവസവും കഴിയുന്നവർ ഒരു ഡബ്ബി വാങ്ങിയിട്ട് അതിലിട്ട് വെക്കണം. അള്ളാഹു തആല ഖൈറു ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെയും ബറക്കത്തിന്റെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകുമാറാകട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്തും ഇസ്തിഗ്ഫാർ തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സമയം ഒരുപാട് വൈകിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് വലിയ ബറക്കത്തുള്ള നല്ലൊരു റജബ് അവസാനിക്കാൻ പോകുന്ന സമയം, ശഅബാൻ കടന്നു വരാനിരിക്കുന്ന ഈ പവിത്രമായ ഈ ദിവസം അല്ലാഹു തആല എല്ലാം നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. റജബും റമളാനും ശഅബാനും എല്ലാം അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു നൽകുമാറാകട്ടെ. എല്ലാവരും നല്ല മനസ്സറിഞ്ഞ് ചെല്ലുന്നത് കുറച്ചാണെങ്കിലും ഖൽബ് റബ്ബിലേക്ക് തിരിച്ചിട്ട്, നമ്മളെ ഖൽബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിച്ചിട്ട് നല്ല ഇഖ്ലാസോട് കൂടി നമ്മൾ ചെല്ലുക. കുറഞ്ഞ തഹ്ലീൽ, കുറഞ്ഞ ഇസ്തിഗ്ഫാർ ആണെങ്കിലും മനസ്സുകൊണ്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. നല്ല മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ചെല്ലേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയത്തിനാവണമെന്ന് നല്ല നിയ്യത്തിലായി ഇൻഷാ അല്ലാഹ് നമ്മൾ ചെല്ലണം. 10 വർഷം പൂർത്തിയാവുകയാണ്. പ്രത്യേകിച്ച് 10 വർഷം, ഓരോ വർഷവും ഓരോ മാസവും ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടന്നിട്ടുണ്ട്. അങ്ങനെ 10 വർഷം അൽഹംദുലില്ലാഹ് ഇതിവിടെ പൂർത്തിയാവുകയാണ്. പല സംരംഭങ്ങളും പലതും തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ 1 മാസവും 2 മാസവും 1 വർഷം 2 വർഷം നടത്തിയിട്ട് പലതും അസ്തമിച്ചു പോയിട്ടുണ്ട്. ഇത് തുടങ്ങിയതിന്റെ നിയ്യത്തിന്റെ ബർക്കത്താണ്. പ്രിയപ്പെട്ട ഉപ്പ സ്ഥാപിച്ചു തന്ന് നല്ല ഇഖ്ലാസിന്റെ നിയ്യത്തിലേക്ക് സ്ഥാപിച്ചു തന്ന ആ ഒരു ബർക്കത്താണ് 10 വർഷം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ നല്ല നിയ്യത്തിലായിട്ട് ഇൻഷാ അല്ലാഹ് ചെല്ലുന്നത് നല്ല ഖൽബോട് കൂടിയായിരിക്കും നമ്മൾ ചെല്ലേണ്ടത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു ഈ മജ്ലിസ് കാരണമായി സലാമത്താക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചവരാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. ഒരുപാട് നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പലതും നമ്മൾ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അള്ളാഹു വരുത്തപ്പെടാത്ത എന്തെങ്കിലും ചിന്തകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചെല്ലുന്ന ദിക്റിന്റെയും സ്വലാത്തിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും പേടിക്കേണ്ടത് നമ്മുടെ ഈമാന്റെ കാര്യമാണ്. നമ്മൾ ഈമാന്റെ കാര്യം നമ്മൾ എപ്പോഴും പേടിച്ചു കൊണ്ടിരിക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മളൊക്കെ അറിയാം, എവിടെ നോക്കിയാലും നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനുള്ളത് അല്ലാഹു പൊരുത്തപ്പെടാത്തത് ഒരുപാട് കാണേണ്ടി വരും, പലതും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഖൽബ് ഒരിക്കലും അതിലേക്ക് നമ്മളെ ഖൽബ് തിരിഞ്ഞു പോകരുത്. ഖൽബ് എപ്പോഴും റബ്ബിലേക്കും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിച്ച്, ഒരിക്കലും എന്ത് തെറ്റ് നമ്മളെ മുമ്പിൽ വന്ന് കുത്തിമറഞ്ഞാലും നമ്മളെ ഖൽബ് അതിലേക്ക് പോയി പോകരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. റബ്ബിനെ പേടിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹു കാണുന്നുണ്ട് നല്ല ഉത്തമ ബോധം നമുക്കുണ്ടാവണം. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള പേടിയിലായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു നല്ല ഈമാൻ നൽകുമാറാകട്ടെ. പടച്ച റബ്ബിനെ വെട്ടിച്ച്, പടച്ച റബ്ബ് കാണാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആ നിലക്ക് റബ്ബിനെ പേടിച്ച് നല്ല തഖ്വയുള്ള ജീവിതം നമുക്കുണ്ടാവണം. അല്ലാഹു തആല നല്ല ഈമാനും തഖ്വയും അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്വലാത്തിൽ ചെല്ലുന്ന സമയത്ത്, ഈ ഇസ്തിഗ്ഫാറും തഹ്ലീലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിൽ നിയ്യത്ത് വെക്കേണ്ടത് ഈമാനിന് വേണ്ടിയിട്ടാണ്. നല്ല ഈമാൻ നമുക്കുണ്ടാവണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ പോയ സമയത്ത്
അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം പറഞ്ഞ് പിന്നെ കേട്ട സമയം അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം അങ്ങനെ മരിക്കുമെന്ന്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പള്ളിയിലുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, എല്ലാ വിഷയത്തിലും മുമ്പിലുണ്ട്. ഒരു ദിവസം അദ്ദേഹം മരിക്കുന്ന അന്നും അസർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്. ജമാഅത്ത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് വളം വെക്കുന്ന ഷോപ്പിൽ പോയി കഠിനമായ വിഷം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് കഴിച്ച് ആത്മഹത്യ ചെയ്തിറങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണം. എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. കോലുണ്ടായിട്ടും കാര്യമില്ല, വേഷം ഉണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈമാൻ എന്നുള്ള വലിയ സംഗതിയാണ്. ആ ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പോയി. എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈമാന്റെ വിഷയം നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു കാമില ഈമാൻ അള്ളാഹു നൽകുമാറാകട്ടെ. പടച്ച റബ്ബിനെ പേടിച്ച് തഖ്വയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് കുറഞ്ഞ സ്വലാത്ത് തഹ്ലീൽ നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖ് സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.